ഹായ്, നമസ്കാരം. വണക്കം. അപ്പോൾ നമുക്ക് നാളെ MCGയിൽ ബോക്സിൻ്റെ ടെസ്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അതിലെ വിശദാംശങ്ങളിലായിട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് പിച്ച് റിപ്പോർട്ട്. പഴയ പറയാനൊന്നുമില്ല, ഗ്രീൻ പിച്ചാണ്. സോ ബോളിംഗ് ഫേവറാണ്. അതെ ആണ്. ടോസ് കിട്ടിയ ബോളിംഗ് എടുക്കാം. നിങ്ങൾ തീർച്ചയായും ഷൈജു പറയാം. തീർച്ചയായും രാഹുൽ, തീർച്ചയായും അഖിലേഷ്, നീ പറ. തീർച്ചയായും അപ്പോൾ നമ്മുടെ കളി കാണാൻ പോയി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹർഷ ബോഗുളി പിച്ച് ക്യൂറേറ്റർ സംസാരിച്ച് ഗ്രീൻ പിച്ചാവുമെന്നാണ് പറഞ്ഞിരുന്നത്. സോ ഓസ്ട്രേലിയയുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് എല്ലാം വരുന്ന ഒരു പിച്ച് തന്നെയാണ്. നമുക്കുണ്ടല്ലോ ബുംറയും സിറാജും. ബുംറ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. സിറാജിന് കുറച്ചൊരു സപ്പോർട്ട് വേണം. സിറാജിനല്ല ബുംറയ്ക്ക്. കാരണം ബുംറയ്ക്ക് കഴിഞ്ഞ കളി തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ 10-30 ഓവർ ബോൾ എറിഞ്ഞ് 10-18 ഓവർ ബാറ്റ് ചെയ്ത് ഇനി വിക്കറ്റ് കീപ്പിംഗ് കൂടി ചെയ്താൽ എല്ലാം ആയിരുന്നു. അപ്പോൾ അത് ബോളിംഗ് നമ്മൾ പിച്ച് റിപ്പോർട്ട് പറഞ്ഞാൽ ബോളിംഗ് വരെ എത്തിയല്ലേ. ഇപ്പോൾ പിച്ചിൽ ഫസ്റ്റത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തേണ്ട സെയിം കാര്യങ്ങൾ തന്നെ ഇപ്പോഴും പറയാനുള്ളത്. ആദ്യത്തെ ഒരു 10 ഓവർ മാക്സിമം നോക്കി ശ്രദ്ധിച്ച് കളിക്കുക. വഴിയെ പോകുന്ന ബോളിൽ വഴിയെ കൂടെ തന്നെ പോവുക. വെറുതെ ബാറ്റ് കൊണ്ട് വെക്കരുത്. സ്റ്റെമ്പിന് വരുന്ന ബോൾ മാത്രം നോക്കി കളിക്കുക. അവിടെ നിന്നാ നോക്കിയിരിക്കുന്നത്. കൊക്ക് കുളിക്കണ നോക്കിയിരിക്കുക. കൊക്കൊക്കെ പറഞ്ഞു കൊക്കിനെ പോലും. അപ്പോൾ പറയാനായിട്ട് ആദ്യം ബോൾ ചെയ്യുക. സ്റ്റാർക്കിനെ കുറച്ചുകൂടി നന്നായിട്ട് കൈകാര്യം ചെയ്ത്. കഴിഞ്ഞ ദിവസം ഏതൊരു ലെജൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്പെല്ല് ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ സ്റ്റാർക്കിൻ്റെ. കാരണം ഫസ്റ്റ് സ്പെല്ലിലാണ് ആദ്യത്തെ 10 ഓവറിലാണ് വിക്കറ്റ് കൂടുതൽ കിട്ടുന്നത്. സോ അത് കഴിഞ്ഞാൽ പിന്നെ വിക്കറ്റ് ഒന്നും കിട്ടില്ല. കാരണം ഫ്രഷ് ബോൾ, ഫ്രഷ് പിച്ച്, 10 ഓവർ വിക്കറ്റ് വീഴാതെ. ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു പിച്ച് ക്യൂറേറ്ററായിട്ട്. ഇന്ത്യക്ക് വേണ്ടി മാത്രം നല്ല ഫ്രഷ് പിച്ച് ഒരുക്കിയില്ല. ഓസ്ട്രേലിയ പ്രാക്ടീസിന് വന്നപ്പോൾ മാത്രം ഗ്രീൻ പിച്ച് പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഏത് ടെസ്റ്റിൽ? MCGയിലത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ ഫ്രഷ് പിച്ച് ഒരുക്കുന്നതിന് മുമ്പ് നേരത്തെ വന്ന് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് ഫ്രഷ് പിച്ച് കിട്ടാത്തതെന്നാണ് അവർ ക്യൂറേറ്റർ പറയുന്നത്. പക്ഷേ ഇന്ത്യൻ മീഡിയാസ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രഷ് പിച്ച് അപ്പുറത്തെ സൈഡിലാണ് കിടക്കുന്നത്. ഇന്ത്യ പ്രാക്ടീസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലാണ് വെച്ച് കളിലാണ്. അപ്പുറത്തെ സൈഡിലാണ് ഫ്രഷ് പിച്ച് ഒരുക്കിക്കൊണ്ടിരുന്നത്. ഇന്ത്യ ഇപ്പുറത്തേക്ക് കളിച്ചുകൊണ്ടാണ് ഫ്രഷ് പിച്ച് ഇന്ത്യക്ക് കിട്ടാത്തതെന്ന് അവരുടെ ക്യൂറേറ്റർ പറയുന്നു. മീഡിയ പറയുന്നു കൊടുക്കാത്തതാണെന്ന്. ഓസ്ട്രേലിയ വന്നപ്പോൾ ഓസ്ട്രേലിയക്ക് ഫ്രഷ് പിച്ച് പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തു, ഗ്രീൻ പിച്ച്. ഇന്ത്യയിൽ ഓസ്ട്രേലിയക്ക് ഫ്രഷ് കിട്ടിയല്ലോ, നമ്മളിതും പോയല്ലോ. നെക്സ്റ്റ് പിന്നെ ഇനി അടുത്ത ഓസ്ട്രേലിയ ശരിക്കും ഏറ്റവും വലിയ തിരിച്ചടിയാണ് നടന്നത്. കാരണം ആദ്യത്തെ ടെസ്റ്റ് പെർത്ത്, പിന്നെ നടന്ന അഡലേഡ്, പിന്നെ ഗാബ 3-0 ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ട് അവരിങ്ങനെ കാണിച്ചത്. പക്ഷെ വന്നപ്പോൾ 1-1 വിത്ത് സമനിലയായി. ഗാബയിൽ ഡേ 5 മഴ പെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യക്ക് സാധ്യതയുണ്ട്. ഇന്ത്യക്ക് സാധ്യത കൂടുതലായിരുന്നു. പിച്ച് ഇന്ത്യക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവസാനം ഇന്ത്യ റിസ്ക് എടുക്കാനും നിന്നില്ല, നേരത്തെ അങ്ങ് നിർത്തിച്ച്. അത് ഡേ 4 ലാസ്റ്റ് 10-12 ഓവർ അത് വന്നില്ലാത്ത സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പിച്ചിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നമുക്ക് ബാറ്റിംഗ് സ്ട്രാറ്റജിയിലിട്ട് പോകാം. ബാറ്റിംഗ് സ്ട്രാറ്റജിയിലെടുത്ത് പറയാനായിട്ട് ഓപ്പണിംഗ് ആരായിരിക്കും? രാഹുലിൻ്റെ കാര്യം സംശയമാണ്. കാരണം കളിക്കുന്നതാണ് പറഞ്ഞത്. കാരണം 4-5 ദിവസം മുമ്പാണ് ചെറിയ പരിക്ക് വന്നത്. എന്താ പരിക്ക് ഡീറ്റെയിൽസ് പുറത്ത് വിട്ടിട്ടില്ല. സോ വലിയ അറിയാന്നുള്ള വെച്ച് രാഹുൽ തന്നെയായിരിക്കും കളിക്കുന്നത്. അഥവാ ഒരു പക്ഷേ രാഹുൽ കളിച്ചില്ലെങ്കിൽ രോഹിത് ഓപ്പണിങ് വരെയും ചെയ്യും. ഓപ്പണിങ് വരും. ജൂറലിന് ഞാൻ സാധ്യത കാണുന്നുണ്ട്. ഫസ്റ്റ് ടെസ്റ്റിൽ ജൂറൽ നന്നായിട്ട് കളിച്ചുകൊണ്ട് പിന്നെ ചാൻസ് ഉണ്ട്. പഠിക്കൽ 6th പൊസിഷനിൽ അഥവാ ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററായിട്ട് വരുവാണെങ്കിൽ ആരെങ്കിലും മാറും. കാരണം രാഹുൽ ഇല്ലെങ്കിൽ മിക്കവാറും ജില്ലുണ്ട്. അതൊന്നും മാറില്ല. സെയിം സ്കോഡായിരിക്കും കഴിഞ്ഞ സീനേക്കാളും. രാഹുൽ ഇല്ലെങ്കിൽ രാഹുലിന് പകരം ജൂറലിനാണ് സാധ്യത കാണുന്നത് പഠിക്കലിനെക്കാളും. കാരണം പൊസിഷൻ ഫേവർ ചെയ്യുന്നത് ജൂറലിനാണ്. എന്നാൽ സെയിം സ്കോഡ് തന്നെ ആയിരിക്കും, വലിയ മാറ്റം ഉണ്ടാവില്ല. പിന്നെ അശ്വിൻ അതെ, നമ്മൾ ടീമിൽ നിന്നും ഇനി അടുത്ത എപ്പിസോഡിൽ പറയാം. ഇതിന് സ്പെഷ്യൽ എപ്പിസോഡ് അധികം താമസിക്കാതെ വരും കേട്ടോ. നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നതാണ്. സോറി, ഇന്നല്ല, MCG 2 ദിവസം മുമ്പ് ഞായറാഴ്ച ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നാണ്. അപ്പോഴാണ്
നമുക്ക് രണ്ടുപേർക്കും കുറച്ച് തിരക്കുണ്ടായി. അപ്പോൾ നമ്മളിന്ന് എന്താ ഹാപ്പി റിട്ടയർമെന്റ്. ഹാപ്പി റിട്ടയർമെൻറ്റ്. പക്ഷേ നമുക്ക് നമുക്ക് IPL കാണാം ചെന്നൈയിൽ. അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുന്ന പറഞ്ഞു. പക്ഷെ എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ കളിക്കും, കുറച്ച് കാലം കാണും. ഇനി ഒന്ന് സൈക്കിൾ റിട്ടയർ ചെയ്താൽ മതിയായിരുന്നു. ഇതിന് മുമ്പേ റിട്ടയർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് മതി. ഇതിനിടയിൽ കുറേ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. നമ്മളിവിടെ തൽക്കാലം ചർച്ച ചെയ്യില്ല. കാരണം അതിന് ഒരു ഇതില്ല. ചുമ്മാ ആൾക്കാർ വായത്താളിട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ. ടെങ്ങേര് നമ്മുടെ ഗൗതം ഗംഭീർ എന്തോ ചെയ്ത് അതുകൊണ്ടാണെങ്കിൽ നേരത്തെ റിട്ടയർ ആയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളൊന്നും പറയുന്നില്ല. ടെസ്റ്റ് നടന്ന സമയത്ത് അശ്വിൻ റിട്ടയർ ചെയ്യാനിരിക്കുമായിരുന്നു എന്നൊക്കെയാണ്. ബർത്തിന് മുമ്പ് ഓസ്ട്രേലിയ മുമ്പേ റിട്ടയർ ചെയ്ത രോഹിത് പറഞ്ഞിട്ടാണ് പൊന്നടിയ പൊന്നടിയ നീ ഇപ്പോൾ റിട്ടയർ ചെയ്യരുത്, കളിച്ചിട്ട് പോയാൽ മതി. അതെ, പെർത്തില് കളിപ്പിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ അടുത്ത ഡേ നൈറ്റ് ടെസ്റ്റാണ്. അതിൽ കൂടി കളിച്ചിട്ട് വിരമിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡേ നൈറ്റ് ടെസ്റ്റ് കളിച്ചു. അടുത്ത ടെസ്റ്റിലും കൂടി ഗാബയിലും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പം ടീമിലെടുത്തില്ല. പിന്നെ വിരമിക്കാൻ തീരുമാനിച്ചു. കോഹ്ലി എടുത്താണ് തോന്നുന്നു ആദ്യം പറഞ്ഞു ഞാൻ വിരമിച്ചെന്ന്. അതിന് താഴെ സംതിങ് എന്തോ വരുന്നുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ച് വല്ല പുതിയ സ്ക്വാഡ് വലുതും വരുന്നെന്നാ, അല്ല വേറെ സംഭവിക്കുന്നെന്നാ വലുതായിരിക്കും. ഓസ്ട്രേലിയയിലും പണി പറ്റിച്ചെന്നാ. പിന്നെയാണ് ഞാൻ കളി സമ്മതില്ലായി. അതൊരു ബിഗ് ന്യൂസ് ആണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രോഹിത് അശ്വിനും തോണ്ട് നടന്നു വരുന്നു. ഞാൻ വിരമിക്കുകയാണ്. അതും തീർന്നു. എൻ്റെ ഒപ്പം ഇനി വിരാട് കോഹ്ലി മാത്രമേ ഉള്ളൂ അല്ലേ 21 സ്ക്വാഡിൽ, 11 സ്ക്വാഡിൽ. 7 സ്ക്വാഡിൽ ബാക്കി റോഹിത്തും, 11 സ്ക്വാഡിൽ ബാക്കി വിരാട്. 2007 സ്ക്വാഡിലെ രോഹിത് ശർമ്മ. 2015 സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ട് വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന്? രോഹിത്, കോഹ്ലി, ജഡേജ. ഷമി ഇപ്പം ഇല്ലല്ലോ സ്ക്വാഡിലല്ലോ. ഇപ്പം ആക്റ്റീവ് അല്ലല്ലോ. ഇപ്പം ഫിറ്റ്നസ് ഇല്ലല്ലോ. T20 കളിക്കുന്നത് ഫിറ്റ്നസ് പ്രശ്നമാണ്. എല്ലാവരും കമന്റ് ഇടുന്നുണ്ട് ഷമിയെ എടുത്തില്ല, പറഞ്ഞാൽ ശരിയാവില്ല. ആർക്കും മനസ്സിലാവില്ല. ആ മനുഷ്യനൊന്ന് ഫിറ്റ് ആയിക്കോട്ടെ. ഫെബ്രുവരി ഇപ്പൊ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ഷമി ഇറക്കാം. പക്ഷെ എത്ര ദിവസത്തേക്ക് നിൽക്കണം? 2 ദിവസം കഴിഞ്ഞ് പരിക്കായ പിന്നെ നിങ്ങൾ ചെലവ് നോക്കുമല്ലോ. ഇപ്പോഴും കാലിൽ സ്വെല്ലിംഗ് ഉണ്ടെന്നാ പറയുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇറക്കണം. മറ്റേ മുസ്താഖ് അലി ട്രോഫി മുമ്പ് രഞ്ജിയോ സെയ്ദ് മുസ്താഖ് അലി കളിച്ചപ്പോൾ തന്നെ രഞ്ജിയിലും കളിച്ചു. രഞ്ജി കളിച്ചപ്പോഴല്ലേ പരിക്ക് വന്നത്? അല്ലല്ല, രഞ്ജിയിലാണ് കംബാക്ക് വെച്ചത്. അല്ല, അപ്പോൾ കളിച്ച് സെയ്ദ് മുസ്താഖ് അലി ആയിരുന്നു. രണ്ടിലും കളിച്ചു. അല്ല, ആദ്യം വന്നത് രഞ്ജിയിൽ വന്ന് ആദ്യത്തെ കളി 2-ാം ദിവസം കണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ കാലിന് പരിക്ക് വന്നു. അതുകൊണ്ട് ഷമി പതുക്കെ വന്നാൽ മതി നമുക്കിപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ബാറ്റിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത്. ഇനി അടുത്ത ബോളിങ്ങിൻ്റെ നമ്മൾ ആദ്യമേ പറഞ്ഞില്ല പിച്ചിൻ്റെ ബോളിങ്ങിൽ എടുത്ത് പറയാനുള്ളത് ബുംറയെ പറ്റി ഞാൻ പറയുന്നില്ല. ബുംറ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം പറയാതെ തന്നെ കളിച്ചു. സ്പിന്നേഴ്സിന് അനുകൂലമാണ്, വലിയ ഗ്രൗണ്ട് ആയതുകൊണ്ട്. അതെ, പക്ഷേ സ്പിന്നർ ജഡേജ മാത്രമേ ഉള്ളൂ. നമുക്ക് 2 സ്പിന്നേഴ്സ് കാണുമ്പോൾ 2 സ്പിന്നർ കാണും. അപ്പോൾ അതിൻ്റെ വെച്ചെടുത്ത് കാണും. സുന്ദർ. അതെ, വാഷിംഗ്ടൺ സുന്ദർ. കൊട്ടിയൻ കാര്യം കാരണം ഇത് കളിച്ചായിരുന്നു കഴിഞ്ഞ ഓസ്ട്രേലിയ പ്രൈം മിനിസ്റ്റർ 7 ഓക്കെ. അപ്പോൾ രാഹുൽ പരിക്കുന്നതിന് കുഴപ്പം മാറും. ആരെങ്കിലൊക്കെ മാറി 2 സ്പിന്നേഴ്സ് വരുന്ന റോഹിത്ത് പറഞ്ഞെന്ന് എനിക്ക് ഡൗട്ട്. ഞാൻ പറയട്ടെ, KL ലെവലിൽ പരിക്കാണെങ്കിൽ ഓക്കെ, എല്ലാം കാര്യം സെറ്റായി. KL ലെവലിൽ പരിക്കല്ലെങ്കിൽ നിതീഷ് റെഡ്ഡി പിടിച്ച് മാറ്റും. ഒരിക്കലും ചെയ്തില്ല. പിന്നെ രോഹിത്ത് മാറും. 40 റണ്ണ് കാണുന്ന ചെക്കന. പിന്നെ അവിടെ കോഹ്ലി, ഗില്ല്, ജയ്സ്വാൾ, രാഹുൽ, പിന്നെ ബോളർമാരെ മാറ്റേണ്ടി. ഇനി അങ്ങനെ മാറ്റുകയാണെങ്കിൽ ആരെ മാറ്റാൻ? ഒരാളേ ഉള്ളൂ, ആകാശ് ദീപ്. സിറാജിനെ മാറ്റാനുള്ള സാധ്യത ഭയങ്കര കുറവ്. സിറാജ് മാറുമെന്ന് തോന്നുന്നു. എടുത്തു പറഞ്ഞാൽ ബുംറയ്ക്ക് സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. സ്പിന്നേഴ്സ് 2 പേര് കാണുമെന്നാണ് പറയുന്നത്. 2 സ്പിന്നറുണ്ട്. സോ നമ്മൾ സ്റ്റാർട്ടിങ് 11 പോസിബിൾ 11 നമ്മൾ തൽക്കാലം പറയുന്നില്ല. കൺഫ്യൂഷനാണ്. അതെ, നമുക്ക് 3 പേർക്ക് 3 സ്ക്വാഡാണ് ഉള്ളത്. പക്ഷേ ഓസ്ട്രേലിയയിൽ നമ്മളിപ്പോഴേ തന്നിരിക്കുന്നു. പക്ഷെ 12 പേരുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സ്ക്വാഡെല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷേ 11 പേരുള്ളതാണ് പ്രശ്നം. 12th മാൻ വെച്ചങ്ങിട്. പക്ഷെ 12th മാൻ 3 പേരുണ്ട്, അതാണ് പ്രശ്നം. അടുത്ത പ്രശ്നം 15 എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിൽ 1 സ്പിന്നർ 2 സ്പിന്നർ ഉണ്ടായിരുന്നു. രഹാനയുടെ സെഞ്ചുറി. അത് അന്ന് 1 സ്പിന്നറല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യക്ക്. അശ്വിനില്ല. അശ്വിന് പരിക്കായിരുന്നില്ല ഒരു കളിയിൽ. അത് ഗാബയിലായിരുന്നു. മുമ്പത്തിലാണ്. അതിന് മുമ്പത്തെ ഒരു കളിയിൽ 21 കോഹ്ലിയാണ് ഇല്ലാതിരുന്നത്. 18-19 അശ്വിൻ ഇല്ലായിരുന്നു. എന്തായാലും എന്നാണ് തോന്നുന്നു. ഞാൻ വന്നത് കളി നോക്കിയപ്പോൾ ഞാൻ കണ്ടില്ല, അശ്വിനെ കണ്ടില്ല. അശ്വിനെ പരിക്കാന്നും കേട്ടിരുന്നു.
പകരം ജഡേജ ആയിരുന്നു വന്നത്. ജഡേജ ഉണ്ടായിരുന്നല്ലോ ഒന്ന് സ്കോഡിൽ. കഴിഞ്ഞ 2 MCG ഇന്ത്യയാണ് ജയിച്ചത്. ഇപ്പോൾ 2 സ്പിന്നർമാർ വരുമെങ്കിൽ ഒന്ന് ജഡേജ, ഇനി എൻ്റെ ബലമായി സംശയം മിക്ക ഒരു രോഹിത്തും ബോൾ എറിയുന്നില്ല. 2 സ്പിന്നർ ആയില്ലേ. പിന്നെ അശ്വിനല്ലേ നമ്മുടെ കോഹ്ലിയും ബോൾ എറിയും. 3 സ്പിന്നർ. കോഹ്ലി ഈസ് എ ക്വിക്ക് ബോളർ. സ്പിന്നാണ്. അല്ലല്ല, റൈറ്റ് ഹാൻഡ് ക്വിക്ക് ബോളർ എന്നാണ് പറയുന്നത്. അത് സ്പിന്നും അല്ല പാസ് വരും. എന്താണ് ഇത്? വേണമെങ്കിൽ നമുക്ക് ജയ്സ്വാളിനെ കുറിച്ച് ചെറിയിപ്പിക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വരെ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബോളിംഗ് സ്ട്രാറ്റജി. ഫീൽഡിംഗ് സ്ട്രാറ്റജി ഒന്നുമില്ല. വരുന്ന ബോൾ മര്യാദയ്ക്ക് പിടിക്കുക. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം നമ്മുടെ ട്രാവിസ് ഹെഡിനെ എങ്ങനെ ഔട്ടാക്കുക എന്നുള്ളതാണ്. 2 ഓപ്ഷനാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് ബൗൺസർ എന്ന് പറയുമ്പോൾ ദൂരോട്ടല്ല, ഏകദേശം ബോഡിക്ക് അടുത്ത് ബോഡിക്ക് ക്ലോസ് ആയിട്ട് വന്നാലേ കാര്യമുള്ളൂ. ഇങ്ങോട്ട് പോകരുത്. ഇത്രയും ഭാഗത്തോട്ട് അടുത്തോട്ട് വരുന്നത് സ്ട്രഗിൾ ചെയ്യും പുള്ളിക്കാർ ബാറ്റിൻ്റെ ആ ലെങ്ത്തിലോട്ട്. പുറത്തോട്ട് പറഞ്ഞാൽ ഈസി 6 ആണ്. രണ്ടാമത്തത് ഓവർ ദ വിക്കറ്റ്, റൗണ്ട് ദ വിക്കറ്റാണ്. എറൗണ്ട് ദ വിക്കറ്റിൽ സ്റ്റെമ്പിലോട്ട് എടുത്ത് എറിഞ്ഞാൽ മതി, പുള്ളിക്കാർ അടിക്കില്ല. ഇങ്ങനെയാണ് പാകിസ്ഥാൻ ഔട്ടാക്കിയത്. അതാണ് പാകിസ്ഥാൻ്റെ കൂടെയൊക്കെ അത് കളിക്കാറില്ല. പുള്ളിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഔട്ട്സൈഡ് എഡ്ജിലുള്ള ബോൾ, ഔട്ട്സൈഡ് ഓഫ് സ്റ്റെമ്പിൻ്റെ സൈഡിൽ പറഞ്ഞ ബോൾ പെട്ടെന്ന് എടുക്കത്തില്ല. പുള്ളി പെട്ടെന്ന് ഡിഫെൻഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ. അത് കാരണം പലപ്പോഴായിട്ട് എഡ്ജായിട്ടും ഓഫ് സ്റ്റെമ്പ് എടുത്തു വന്നപ്പോൾ ഔട്ടാവും. അങ്ങനെയാണ് ബാക്കി ഔട്ടാക്കുന്നത്. ഇന്ത്യ എന്തോ ചെയ്യുന്നു, പ്രത്യേകിച്ച് ലെഫ്റ്റ് ആം പേസർമാർ അവരുടെ ഔട്ട് സ്വിങ്ങിൽ പുള്ളി മിക്കപ്പോഴും ഔട്ടാവാറാണുള്ളത്. ഇന്ത്യക്ക് അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് റൗണ്ട് ദ വിക്കറ്റ് നല്ല ഓപ്ഷനാണ്. അതല്ല, ലെഫ്റ്റ് ആം പേസർ ഇല്ലാത്ത റൗണ്ട് ദ വിക്കറ്റിൽ ആരും നമ്മുടെ ആകാശ് ദീപാണെന്ന് തോന്നുന്നു. അങ്ങനെ വെള്ളം കുടിച്ചു കുറേ നേരം. എന്നിട്ടാ വിക്കറ്റ് ഇട്ടില്ല, മതി ഇപ്പുറത്ത് 2 ബോൾ 4. അയ്യോ, ഉമ്മച്ചത് ലെഫ്റ്റാണ്, റൈറ്റ് ഹാൻഡിൽ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് സ്റ്റാറ്റസ് കണ്ടിരുന്നിട്ട് നമ്മൾ ഹർഷ ബോഗ്ലി പറയുന്നത് ലൈഫ് ഈസ് ലൈക്ക് എ ടെസ്റ്റ് മാച്ച്, ഇറ്റ് ഓൾവേസ് ഗീവ് എ സെക്കൻഡ് ചാൻസ്, സെക്കൻഡ് ഇന്നിങ്സ്. അതെ അതെ. അതിൽ വേറെ സാധനം ഉണ്ടായിരുന്നു. നമ്മൾ T20 സൂപ്പർ സ്റ്റാർ എന്ന് പറയും, T20 സ്റ്റാർ. പക്ഷേ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ലെജൻഡ് എന്നാണ് പറയുന്നത്. ഇത് അങ്ങനെയാണ് പറയുന്നത് സാധാരണ. അങ്ങനെ T20 കളിത്തിരി അടിപൊളി കളിക്കുന്ന T20 സ്റ്റാർ എന്നും ക്രിക്കറ്റിൽ അടിപൊളി കളിച്ച ലെജൻഡ് എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഹർഷ ബോഗ്ലി പറഞ്ഞിരുന്നു. ഞാൻ വേണമെങ്കിൽ വീഡിയോ ഞാൻ അയച്ചുതരാം. അതിലുണ്ടായിരുന്നു. കാരണം ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്നൊക്കെ പെട്ടെന്ന് പോകുന്നവരല്ല വേണ്ടത്. ചേതേഷ് പൂജാരി അല്ലാതെ കുറേ നേരം നമ്മൾ കിട്ടിയിരിക്കാൻ നമ്മൾ ചേതേഷ് പൂജാരിയെ പോകും. കാരണം ഔട്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത്ര നേരം അവിടെ നിൽക്കും. ഇൻസ്പിറേഷൻ. അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മുടെ അൾട്ടിമേറ്റ് എയിം അതാണ്. ഞാൻ, അഖിലേഷ്, ഹർഷ ബോഗ്ലി, അശ്വിൻ, നമ്മൾ 4 കൂടി വേൾഡ് കപ്പിൽ 2027 വേൾഡ് കപ്പ്. അതിൽ 31 നമുക്ക് കുഴപ്പമില്ല. 27 അപ്പോഴും 36 നടക്കണ്ടേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അങ്ങനെ ഇതുണ്ട്. നടക്കും. ഇല്ലെങ്കിൽ കളി അവിടെ പോയി കണ്ടെങ്കിൽ ഹർഷ ബോഗ്ലി ഞാൻ കാണും. ഓസ്ട്രേലിയ സ്കോഡ് നമുക്ക് മക്സ്വീനിക്ക് പകരം പുള്ളിക്കാരനാണ് ഇറങ്ങുന്നത്. അപ്പോൾ ബുംറയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. കാരണം ബുംറയെ ഓസ്ട്രേലിയക്കാർക്ക് ഭയങ്കര പേടിയാണ്. സോ പുള്ളിക്കാരൻ മലത്തിയടിക്കുന്നുള്ളത് കൊണ്ടാണ്. കാരണം T20 പോലെ കളിക്കുന്ന നല്ലൊരു പ്ലെയറാണ് എന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല പുള്ളിക്കാരൻ്റെ കളി. കൺഫേം ആയിട്ടുണ്ട് സീരീസിൽ. അത് നമുക്ക് ഏക ആശ്വാസമാണ്. കാരണം വരുന്ന ബോളൻ്റെ ആണ്. പക്ഷേ ബോളൻ്റെ ഹേസൽവുഡിൻ്റെ അത്ര പേടിക്കയില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പേടിപ്പിച്ചല്ലോ. അത് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. അത് ഡയനറ്റ് പിച്ചില്ല. അത് ഞാൻ ഇത് കാണിക്കുന്നത്. അത് ഞാൻ ഇത് കാണുന്നില്ല. MCG നമ്മുടെ പിച്ച വന്നോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ ഇത്രയും നമുക്കിന്ന് പറയാനുള്ളൂ. സോ നാളെ ടെസ്റ്റ് എടുക്കുകയാണ്. എത്ര മണിക്ക്? 5 മണിക്കായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ്. സോ നമുക്ക് നാളെ ടെസ്റ്റ് കാണാം. അപ്പോൾ ശരി എന്നാൽ. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ബെല്ലൈക്കണം. അപ്പോൾ ബൈ.